നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ശരീരചിന്താം നിർവർത്തിയ എന്നുള്ളതുകൊണ്ട് ഭാഷ്യത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ശരീരത്തിൻ്റെ ജീർണ അജീർണ നിരൂപണം ആണ് നടത്തേണ്ടത് എന്നാണ്. എന്നാൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഭാഷ്യത്തിലെ നിരൂപണം എന്ന പദം ഇന്നത്തെ കാലത്തെ അഷ്ടാംഗഹൃദയം വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇടയാക്കുന്നുണ്ടോ എന്നതാണ്. ഉണ്ടെന്നാണ് ഞാനും കരുതുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇന്ന് നമ്മൾ ഭാഷ്യമല്ല ചർച്ച ചെയ്യുന്നത്, മറിച്ച് ഈ ഭാഷ്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഉയരാൻ സാധ്യതയുള്ള സ്വാഭാവികമായ ചില സംശയങ്ങളും ക്ലാരിറ്റി ഇഷ്യൂസും ആണ് ഇന്നത്തെ ചർച്ചയുടെ ആധാരം. ഇത് നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ പ്രസക്തിയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നോക്കൂ, ഇന്നത്തെ കാലത്ത് നിരൂപണം എന്നതിന് സയൻറ്റിഫിക് അനാലിസിസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസ് ഇത്തരത്തിലുള്ള അർത്ഥങ്ങളൊക്കെയാണ് നൽകി വരുന്നത്. ഇപ്പോൾ പുസ്തക നിരൂപണം, സിനിമാ നിരൂപണം, ഇങ്ങനെയൊക്കെയുള്ള പദാവലികൾ നമുക്ക് വളരെ സുപരിചിതമാണ്. അവിടെയൊക്കെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് അനാലിസിസ് എന്നൊക്കെയാണ് അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്നും എഴുന്നേറ്റയുടൻ ജീർണ അജീർണ നിരൂപണം ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഡൈജഷൻ നടന്നുവോ ഇല്ലയോ, ഇത്തരത്തിൽ സയൻറ്റിഫിക് അനാലിസിസ് നടത്തുവാൻ ഒരു സാധാരണക്കാരന് സാധിക്കുമോ എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട സംശയം. തീർച്ചയായും സാധിക്കില്ല. ഒരു പരിധിവരെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആചാര്യൻ ഇവിടെ ഒരു ഡീപ്പ് ഡയഗ്നോസിസ് അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. മനുഷ്യന് തൻ്റെ ശരീരത്തെക്കുറിച്ച് ഒരു ബേസിക് അവെയർനെസ് ഉണ്ടാകണം. ഇത്ര മാത്രമാണ് ആചാര്യൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ബോഡി അവെയർനെസ് ഒരുപോലെ ഉണ്ടാവില്ല. ചിലർ തെറ്റായി അസസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രേവിങ്, കൊതിക്കുക, എന്തെങ്കിലും തിന്നാൻ കൊതിക്കുന്നതിനെയൊക്കെ ചിലപ്പോൾ വിശപ്പായി തെറ്റിദ്ധരിക്കുവാൻ ഇടയുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരൻ എപ്പോഴും ഒരു ബേസിക് സെൽഫ് അസസ്മെൻറ്റ് മാത്രമാണ് ചെയ്യുവാൻ സാധ്യത. അതേസമയം ഒരു ഡീറ്റെയിൽഡ് ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് എപ്പോഴും വൈദ്യന് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജീർണ അജീർണ നിരൂപണമൊക്കെ ഒരു പരിധിവരെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലിമിറ്റേഷൻ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആചാര്യൻ ഇവിടെ ജീർണ അജീർണ നിരൂപണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് മെഡിക്കൽ ഡയഗ്നോസിസ് അല്ല, മറിച്ച് ദൈനംദിന ശരീരാവസ്ഥയെക്കുറിച്ചുള്ള ബേസിക് സെൽഫ് അവെയർനെസ് മാത്രമാണ്. ആയുർവേദം സാധാരണക്കാരിൽ നിന്ന് ഇതുമാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ചെയ്യാൻ പറയുന്ന ഈ ജീർണ അജീർണ നിരൂപണമുണ്ടല്ലോ, അതിന് ആയുർവേദം നൽകുന്ന പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇംപ്രോപ്പർ ആയ ഭക്ഷണശീലം രോഗകാരണമായേക്കാം. അതുകൊണ്ട് ഓരോ നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പ്രീവിയസ് ഫുഡ് ഡൈജസ്റ്റഡ് ആണോ അല്ലയോ എന്ന് സാമാന്യമായി നോക്കുന്ന ഒരു ശീലം ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. നിരൂപണം എന്ന വാക്കിന് സാമാന്യമായ ബേസിക് സെൽഫ് ഒബ്സർവേഷൻ എന്ന അർത്ഥമേ ആചാര്യൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് വരികൾക്കിടയിലൂടെ ഈ ഭാഷ്യഭാഗം വായിക്കുമ്പോൾ നമുക്ക്
മനസ്സിലാക്കുവാൻ സാധിക്കുക. ഭാഷ്യത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലും തുടരാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.